വാർത്തയാണ്. കൊല്ലത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആർട്സ് കോളേജ് ബാങ്ക് ജപ്തി ചെയ്തു. വിദ്യാർത്ഥികൾ പെരുവഴിയിൽ. കടയ്ക്കൽ കോട്ടപ്പുറം PMSA കോളേജാണ് ബാങ്ക് ജപ്തിയിലുള്ളത്. വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കോളേജിൽ പഠിക്കാൻ സൗകര്യമൊരുക്കിയെങ്കിലും ആ കോളേജിന് വാടക നൽകാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ കയറ്റുന്നില്ല. ദിലീപ് ദേവസ്യ അവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ആ കുട്ടികൾ ഇനി എന്ത് ചെയ്യും? എവിടെ പഠിക്കും? സുജിയ, മുമ്പൊക്കെ നമ്മൾ വീട് ജപ്തി ചെയ്തെന്നുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു കോളേജ്, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജ് ജപ്തി ചെയ്തിരിക്കുകയാണ്. കൊല്ലത്ത് കടയ്ക്കലുള്ള പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് PMSA കോളേജാണ്. ഈ കോളേജിലെ ഒരു പറ്റം വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഇവർ അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഇൻറ്റേർണൽ എക്സാം നടക്കുന്ന സമയത്താണ് ഇവർക്കിപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുകയാണ്. ഇവരെക്കുറിച്ച് ഞാൻ ഈ കോളേജിൻ്റെ ചെയർമാനോട് ചോദിച്ചപ്പോൾ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ട് പക്ഷേ വിദ്യാർത്ഥികൾ മനഃപൂർവ്വം ആ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഈ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾക്ക് അവിടെ ഒരു സൗകര്യമില്ല, വലിയ ഫീസ് കൊടുത്താണ് ഈ കോളേജിൽ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോയ കോളേജിൽ ഒരു സൗകര്യമില്ല, പഠിക്കാൻ വേണ്ട ഒരു സൗകര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. ശരിയാണോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു 27-ാം തീയതി രാത്രിയാണ് ഞങ്ങൾക്ക് പ്രിൻസിപ്പലിൻ്റെ കോൾ വരുന്നത്. പ്രിൻസിപ്പലിൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ ഇതേപോലെ കോളേജ് ജപ്തി ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് ജപ്തി ചെയ്യുന്ന കാര്യം ഇന്നാണ് അറിയുന്നത്, ഇതിന് മുമ്പ് അറിയിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇല്ല, സാറിനെ പോലും അറിയിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസിൻ്റെ ഇവിടുന്നും ഇവിടുത്തെ യൂണിയൻ്റെ പേര്, കോളേജ് യൂണിയൻ്റെ പേരിൽ നിന്നും നല്ലൊരു പ്രഷർ കൊടുത്തുകൊണ്ട് പിറ്റേ ദിവസം ഈ പേരൻസിനെയും എല്ലാവരെയും കൊണ്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിൽ സെക്കൻഡ് ഇയേഴ്സിലെ വിദ്യാർത്ഥികളെ ഇവർ മനഃപൂർവ്വം ബ്രെയിൻ വാഷ് ചെയ്ത് വേറെ കോളേജിലോട്ടാക്കി. അപ്പോൾ ബാക്കി വന്ന തേർഡ് ഇയേഴ്സ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനൊന്നും ഒക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിച്ചേ പറ്റും, ഞങ്ങളെ തുടർന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു വെച്ചാൽ തൊട്ടടുത്തൊരു MBA കോളേജ് ഉണ്ട്. ആ MBA കോളേജിൽ ഞങ്ങളെല്ലാവരെയും അഡോപ്റ്റ് അങ്ങോട്ട് ചെയ്തിട്ട് ഈ കോളേജ് PMSA ലീസിനെടുത്തിട്ട് നിങ്ങളെ ഈ വർഷം തീരുന്നത് വരെ ഈ കോളേജ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് അത് പറയും? ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വേറൊരു കോളേജിലോട്ട് ഇപ്പോൾ പറഞ്ഞ MBA കോളേജിലോട്ടാക്കി. പക്ഷേ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ നമുക്ക് ഇനിയും തുടരണമെങ്കിൽ മാനേജ്മെന്റ് അവിടെ പൈസ കൊടുക്കണം. മാനേജ്മെന്റ് എല്ലാ പൈസ കൊടുത്ത് ഞങ്ങളെ പഠിപ്പിക്കാനാണ് മാനേജ്മെന്റ് കോളേജിൽ ഈ കെട്ടിടം വാടകയ്ക്ക് എടുക്കേണ്ടത് ഈ PMSA കോളേജാണ്. ആ വാടകയൊന്നും കൊടുത്തിട്ടില്ല. ഫലത്തിൽ ഇവർക്ക് പഠിക്കാൻ ഒരു ക്ലാസ് മുറി ഇല്ല, വഴിയിലാണ്. അതെ, നിങ്ങളിപ്പോൾ പഠിക്കാൻ ഒരു ക്ലാസ് മുറി ഇല്ല, വഴിയിലാണ്. പരീക്ഷയൊക്കെ വന്നിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഇന്റേണൽ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇതേപോലെ യൂണിവേഴ്സിറ്റി പറഞ്ഞ് നിങ്ങൾ ചേഞ്ച് ആയി പൊക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു എക്സാം കംപ്ലീറ്റ് പോലും ചെയ്യാതെ ഇറങ്ങി വരിക ചെയ്തേ. ഇതുവരെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ എന്താണ് ഇനി ചെയ്തു കൊടുക്കേണ്ടത് എന്നത് അധികൃതരാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്.